ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രമേയ നോട്ടീസ് ഇന്ന് ലോക്സഭ പരിഗണിക്കും. മുഹമ്മദ് ജാവേദ്, കെ സുരേഷ്, മല്ലു രവി എന്നീ 3 കോൺഗ്രസ് അംഗങ്ങളാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ലോക്സഭാ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ ബിർള സഭാ നടപടികളിൽ അധ്യക്ഷനാകില്ല. പകരം അദ്ദേഹം അംഗങ്ങൾക്കൊപ്പമിരിക്കും. അതേസമയം രാജ്യസഭയിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച തുടരും. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളവും തമിഴ്നാടും സന്ദർശിക്കും. നാളെ ഉച്ചയ്ക്ക് എറണാകുളത്തെത്തുന്ന പ്രധാനമന്ത്രി 10,800 കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. വൈകിട്ട് തിരുച്ചിറപ്പള്ളിയിൽ ഏകദേശം 5,650 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. 2 ഇടങ്ങളിലും സംഘടിപ്പിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ പോളിപ്രൊപ്പിലീൻ യൂണിറ്റിന് തറക്കല്ലിടൽ, മറ്റ് പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവയും പ്രധാനമന്ത്രി നിർവഹിക്കും. കലൂർ സ്റ്റേഡിയത്തിൽ ബിജെപി സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം എന്ന പരിപാടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ ബാനർജി റോഡ്, ഷൺമുഖം റോഡ്, പാർക്ക് അവന്യൂ, എംജി റോഡ് ഭാഗങ്ങളിലാണ് നിയന്ത്രണം. നേപ്പാൾ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ ചെയർമാൻ റാബി ലാമിച്ചിനെയും മുതിർന്ന നേതാവായ ബാലേന്ദ്ര ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുതിയ നേപ്പാൾ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും പ്രധാനമന്ത്രി അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷം നേടിയാണ് ആർഎസ്പി അധികാരം പിടിച്ചത്. ഇറാനെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ അമേരിക്ക സഖ്യം. ഇറാനിലെ സേനാ ആസ്ഥാനത്തും ഡ്രോൺ ആസ്ഥാനത്തും ഇറാൻ സർക്കാരുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേന്ദ്രങ്ങളിലും വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ്. തുർക്കി, UAE, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലേക്ക് അയച്ച ഇറാനിയൻ മിസൈലുകൾ തകർക്കപ്പെട്ടു. ബഹ്റൈനിലെ മനാമയിലും ഇറാൻ വ്യോമാക്രമണം നടത്തി. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് നീക്കം. ഗാർഹിക LPG വിതരണത്തിന് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ 25 ദിവസത്തെ ബുക്കിംഗ് കാലയളവ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഗ്യാസ് സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പ് തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടി ആരോഗ്യപ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 137 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. അന്തരിച്ച ചരിത്രകാരൻ ഡോക്ടർ KN പണിക്കർക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം കവടിയാറിനടുത്തുള്ള ജവഹർ നഗറിലെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മലപ്പുറം എടവണ്ണ പോത്തുവെട്ടിയിൽ ഫർണിച്ചർ ഷെഡുകൾക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം. പോത്തുവെട്ടിയിൽ പ്രവർത്തിക്കുന്ന 2 ഫർണിച്ചർ ഷെഡുകളാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. ഫയർഫോഴ്സിനോടൊപ്പം നാട്ടുകാരും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിനിടെ സംഘർഷം. 10ലേറെ പേർക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് CPIM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കാഴ്ചവരവിനിടെ കല്ലേറിലും മറ്റുമാണ് പലർക്കും പരിക്കേറ്റത്. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംസ്ഥാന സർക്കാർ ആദരിക്കും. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.